വടകര മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായ ചർച്ചകൾ അടിയന്തരമായിട്ട് ആ ചർച്ചകൾ അവസാനിപ്പിക്കേണ്ടതാണ്. അതിന് കാരണം വടകരയുടെ ഉൾപ്പെടുന്ന പ്രദേശങ്ങളുടെ ചരിത്രം അറിയുന്ന ആളുകൾക്ക് അത് എത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള ആഘാതമാണ് സമൂഹത്തിലുണ്ടാക്കുക എന്ന് തിരിച്ചറിയുന്നവർ ഉടനടി ഇടപെട്ട് ആ ഒരു ചർച്ചകൾ അവസാനിപ്പിക്കേണ്ടതാണ്. വളരെ കഷ്ടപ്പെട്ടിട്ടാണ് നാദാപുരം കുറ്റ്യാടി മേഖലകളിൽ ഉണ്ടായിരുന്നിട്ടുള്ള കലാപം അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന അസ്വസ്ഥതകൾ ഇല്ലാതാക്കിയത്. അത് മുസ്ലിം ലീഗിൻ്റെയും CPM-ൻ്റെയും സംസ്ഥാന തലത്തിൽ നടന്ന ചർച്ചകൾ, ഉഭയകക്ഷി ചർച്ചകളിലൂടെയാണ് സമാധാനം കൊണ്ടുവന്നത്. അതിൽ PK കുഞ്ഞാലിക്കുട്ടി മുസ്ലിം ലീഗിനെയും കോടിയേരി ബാലകൃഷ്ണൻ CPM-നെയും പ്രതിനിധീകരിച്ചുകൊണ്ട് പല തലത്തിൽ പല റൗണ്ട് ചർച്ചകൾ നടത്തിയിട്ടാണ് ഇന്ന് കാണുന്ന രീതിയിലുള്ള സമാധാനം നാദാപുരം മേഖലയിൽ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് അതിനെ വീണ്ടും കുത്തി ഉണർത്താവുന്ന അല്ലെങ്കിൽ അതിനെ പിന്നെയും നമ്മൾ ഒരു ആക്ടിവേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ചർച്ചകൾ അത് എന്തിൻ്റെ പേരിലായാലും അത് ഉടനടി രണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെയും സംസ്ഥാന നേതൃത്വം തന്നെ ഇടപെട്ടിട്ട് അത് ഇല്ലാതാക്കേണ്ടതാണ്. രണ്ടാമത് ഉടനടി ചെയ്യേണ്ടത് ഒരു പോസ്റ്റിൻ്റെ പേരിലാണ് പ്രധാനമായിട്ടും അവിടെ ചർച്ച ഉണ്ടാകുന്നത്. വാട്സപ്പ് മെസ്സേജാണ്. അതിൽ UDF കാൻഡിഡേറ്റ് LDF സ്ഥാനാർത്ഥിയായിരുന്ന ശൈലജ ടീച്ചറെ അപമാനിച്ചു അല്ലെങ്കിൽ കാഫർ എന്ന് വിളിച്ചു എന്ന് പറഞ്ഞ ഒരു വാട്സപ്പ് മെസ്സേജ് അത് പ്രചരിക്കുകയും അത് കേസ് കൊടുക്കുകയും അതിന് എതിരെ UDF-ഉം ഇപ്പോൾ കേസ് കൊടുത്തിട്ടുണ്ട്. അതിൽ അടിയന്തരമായി പോലീസ് സൈബർ വിഭാഗം ഇടപെട്ടിട്ട് അതെവിടെ നിന്നാണ് ഉണ്ടായത് എന്ന് അതിൻ്റെ നിജസ്ഥിതി സമൂഹത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരികയും ചെയ്യണം. സാധാരണ സൈബർ ക്രൈമിൽ എടുക്കുന്ന ഒരു താമസം ഇക്കാര്യത്തിൽ ഉണ്ടാവാൻ പാടില്ല. കാരണം അത് ഇങ്ങനെ ആളിക്കത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ് ബോധപൂർവമായ ചില തലങ്ങളിൽ നിന്ന്. അത് ചിലപ്പോൾ ബോധപൂർവമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയാൻ പറ്റില്ലെങ്കിലും അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് പല ശക്തികളും ഉണ്ടാവും. നമുക്കറിയാം നാദാപുരം മേഖലകളിൽ ഒരുപാട് ശക്തികൾ ഇടപെട്ട് CPM-ഉം ലീഗും മാത്രമല്ല മറ്റു ചില ശക്തികളും കൂടി ഇടപെട്ടിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് രണ്ട് കാര്യങ്ങളാണ് ഉണ്ടാവേണ്ടത്. ഒന്ന്, ഈ രണ്ട് പാർട്ടികളുടെയും സംസ്ഥാന നേതൃത്വങ്ങൾ ഇടപെട്ടുകൊണ്ട് ഈ ചർച്ചകൾ തീരെ പ്രൊഡക്റ്റീവ് അല്ലാത്ത വളരെ കമ്മ്യൂണലായിട്ടുള്ള ചർച്ചകൾ അടിയന്തരമായി നിർത്തിവെക്കുകയാണ്. അത് എത്രത്തോളം സാധിക്കുമെന്നുള്ളത് നമ്മുടെ സോഷ്യൽ മീഡിയ കാലഘട്ടത്തിലെ ഒരു പ്രശ്നമാണല്ലോ. ചർച്ച നമ്മൾ പറഞ്ഞാൽ പോലും, പാർട്ടി നേതൃത്വം പറഞ്ഞാൽ പോലും ചർച്ച ഇല്ലാതാവണമെന്നില്ല. പക്ഷേ നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം പാർട്ടിയുടെ ഉത്തരവാദപ്പെട്ട ആളുകൾ എങ്കിലും ഈ ചർച്ചയിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവസാനം KT ജലീലൊക്കെയാണ് ഈ ചർച്ചയിൽ പങ്കെടുത്തിട്ടുള്ളത്. എന്തിനാണ് അദ്ദേഹം അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത് എന്ന് എനിക്ക് എത്രയാണ് മനസ്സിലാവുന്നത്. കാരണം സോഷ്യൽ മീഡിയയിലുള്ള പല ആളുകളും പല രീതിയിലും ചർച്ചകൾ പങ്കെടുണ്ടാവാം. അത് നിർത്താൻ പറ്റില്ല. അപ്പം മുസ്ലിം ലീഗിൻ്റെയും CPM-ൻ്റെയും ഉത്തരവാദപ്പെട്ട നേതാക്കന്മാർ ഈ ചർച്ചയിൽ നിന്ന് മാറി നിന്നാൽ മാത്രമേ അത് തള്ളിപ്പറയാൻ പറ്റൂ. ഞങ്ങളുടെ ആളുകളല്ല എന്ന രീതിയിൽ പറഞ്ഞു. ഇത് ഇനിയിപ്പോൾ തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വോട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരു ചർച്ച ചെയ്തുകൊണ്ട് ഗുണപരമായിട്ടുള്ള ഒരു ഫലവും ഉണ്ടാകാൻ പോകുന്നില്ല. മാത്രമല്ല നെഗറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചർച്ച അവസാനിപ്പിക്കുകയും ഈ പ്രശ്നത്തിൽ നേരത്തെ പറഞ്ഞ വാട്സപ്പ് മെസ്സേജത്തിൻ്റെ ഒറിജിൻ കണ്ടെത്താൻ വേണ്ടി പോലീസ് ഊർജ്ജസ്വലമായി അന്വേഷണം നടത്തുകയും യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന നിജസ്ഥിതി സമൂഹത്തെ ബോധ്യപ്പെടുത്തുകയുമാണ് വേണ്ടത്. കാരണം ഇത് പറയാൻ കാരണം മറ്റു സ്ഥലങ്ങളിൽ നടക്കുന്നത് പോലുള്ള ക്യാമ്പയിനല്ല, മറ്റു സ്ഥലങ്ങളിൽ നടക്കുന്നത് പോലുള്ള ചർച്ചകളല്ല. നാദാപുരത്തിൻ്റെ ചരിത്രം അറിയുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ഒരു വളരെ അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് പോകാനുള്ള സാധ്യത നമ്മൾ ഒഴിവാക്കേണ്ടതാണ്.